സിവിൽ സർവീസ് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുമ്പം മെയിൻസ് എക്സാമിനേഷനാണ്. പ്രിലിമിനറി കഴിഞ്ഞ അടുത്ത എക്സാമിനേഷൻ വരുന്നത് മെയിൻസാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യമെന്ന് പറയാൻ കാരണം സിവിൽ സർവീസ് പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് വരുന്നത് മൊത്തത്തിൽ 2025 മാർക്സാണ്. അതിൽ 1750 മാർക്സും മെയിൻസ് എക്സാമിനേഷനിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മെയിൻസ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ അതിലൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷണൽ സബ്ജക്റ്റ് മിക്ക ആൾക്കാരും ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ജോഗ്രഫിയാണ്. അപ്പോൾ ഈ ജോഗ്രഫി ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്തിട്ട് ഈ പരീക്ഷ എഴുതുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റുള്ള സബ്ജക്റ്റുകളും ഉണ്ട്, പക്ഷേ എന്നാലും ജോഗ്രഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ടും ചൂസ് ചെയ്ത് ഈ പരീക്ഷ എഴുതുന്നത് ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുത്ത പരീക്ഷ എഴുതുന്നത് ജോഗ്രഫിയാണ്. അതോടൊപ്പം സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിൽ GS പേപ്പറുണ്ട്. പേപ്പർ 1 ജോഗ്രഫി എന്നുള്ള ജനറലായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതും ഏകദേശം ഒരു 150 മാർക്കോളം ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 650 മാർക്കോളം. അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ 500 മാർക്കാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷനിലെ GS 1 150 മാർക്കോളം ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഏകദേശം 650 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. ജോഗ്രഫിയൊക്കെ എടുത്ത് നല്ല രീതിയിലെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏകദേശം 650 മാർക്കോളം ജോഗ്രഫി ക്വസ്റ്റ്യൻസാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വരുന്നത്.